ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 5 കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 8. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ നശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. ശ്ലോകം 9. പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. വിവർത്തനം. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തുതന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ഭാവാർത്ഥം. കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ. അതുകൊണ്ട് കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം എന്നീ ആസന്നവും അനാസന്നവുമായ 5 കാര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അദ്ദേഹത്തിന് ബാധകമല്ല. പ്രേമയുക്തമായ ശ്രീകൃഷ്ണ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണെന്നതു തന്നെ ഇതിന് കാരണം. ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നുമെങ്കിലും അയാൾ തൻ്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ബോധവാനാണ്. ഭൗതിക അവബോധത്തിൽ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൃഷ്ണാവബോധത്തിലാകട്ടെ അവ കൃഷ്ണൻ്റെ ഇന്ദ്രിയ പ്രീണനത്തിലാണ് മുഴുകിയിരിക്കുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ്. ദർശനം, ശ്രവണം എന്നിവ അറിവ് സമ്പാദിക്കുവാനുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ചലനം, വചനം, വിഹാരം എന്നീ ഇന്ദ്രിയ പ്രവൃത്തികൾ കർമ്മത്തിനു വേണ്ടിയുള്ളതാണ്. കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല. താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്ന അറിവുള്ള അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ശ്ലോകം 10. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പദ്മപത്രമിവാംഭസാ. വിവർത്തനം. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളമെന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. ഭാവാർത്ഥം. ബ്രഹ്മണി എന്ന പദത്തിന് ഇവിടെ കൃഷ്ണാവബോധത്തിൽ എന്ന അർത്ഥം. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണമത്രേ ഈ പ്രപഞ്ചം. ഇതിനെ പ്രധാനമെന്ന് പറയുന്നു. സർവമേതത് ബ്രഹ്മ തസ്മാദേതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായതേ. മുണ്ടകോപനിഷത്ത് 1:2-10 എന്നു വേദങ്ങളും മമ യോനിർമഹത് ബ്രഹ്മ എന്നു ഭഗവത്ഗീതയിലും 14:3 പ്രപഞ്ചത്തിലെ ഏതു പദാർത്ഥവും ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷീഭാവമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാവാമെങ്കിലും വാസ്തവത്തിൽ അവ കാരണത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളല്ല. സർവ വസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാം കൃഷ്ണൻ്റേതു തന്നെ എന്ന് ഈശോപനിഷത്തിൽ പറയുന്നു. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളുമായിട്ടെന്തു ബന്ധമാണ്? തൻ്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ഉതകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതാകയാൽ കൃഷ്ണാവബോധത്തിൽ ഉപയോഗപ്പെടുത്താം. എന്നാൽ അത് താമരയില വെള്ളത്തിൽ കിടന്നാലും
നനയാത്തതുപോലെ പാപ മാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മയി സർവാണി കർമാണി സന്യസ. 3:30. സർവകർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യുക. ചുരുക്കത്തിൽ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്താൽ പ്രവർത്തിക്കുന്നു. പക്ഷേ കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ശരീരം കൃഷ്ണൻ്റേതാകയാൽ കൃഷ്ണസേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.